കൊല്ലം ജില്ലയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. ഓയൂരിൽ 2 വയോധികർക്ക് തെരുവുനായയുടെ കടിയേറ്റു. പൂയപ്പള്ളി മൈലോട് നെല്ലിപ്പറമ്പിലായിരുന്നു തെരുവുനായയുടെ ആക്രമണം. നെല്ലിപ്പറമ്പ് സ്വദേശിനി സരസ്വതിയമ്മ, വലിയ വീട്ടിൽ രാജേന്ദ്രൻ, ഉണ്ണിത്താൻ എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിനീഷ് കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, പേവിഷബാധയേറ്റുള്ള മരണം ആ വാർത്തയുടെ മുറിവുണങ്ങും മുൻപാണ് അവിടെ നിന്ന് തന്നെ മറ്റൊരു തെരുവുനായ ആക്രമണത്തിന്റെ വാർത്ത കൂടി വരുന്നത്. എന്താണ് ഈ കടിയേറ്റവരുടെ ഇപ്പോഴത്തെ ആരോഗ്യനില? വിവരങ്ങൾ. രേണുക, തീർച്ചയായും രേണുക ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുന്നിക്കോട് സ്വദേശിനിയായ 7 വയസ്സുകാരി മിയ ഫൈസലിനെ തെരുവുനായ ആക്രമിച്ചതിനെ തുടർന്നുണ്ടായ പേവിഷബാധയിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു നടുക്കം വിട്ടുമാറുന്നതിന് മുന്നെയാണ് ജില്ലയിൽ മറ്റൊരു വാർത്തയും കൂടി വരുന്നു. കാരണം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, ഈ തെരുവുനായയുടെ ആക്രമണങ്ങൾ നിരന്തരം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 2 വയോധികർക്ക് ഇപ്പോൾ തെരുവുനായയുടെ വലിയൊരു അക്രമം നേരിടേണ്ടി വന്നു എന്നുള്ളൊരു വാർത്തയാണ്. ഇത് ഓയൂരാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. കൊട്ടാരക്കര പൂയപ്പള്ളി മൈലോട് നെല്ലിപ്പറമ്പിലായിരുന്നു തെരുവുനായ ആക്രമിച്ചത്. നെല്ലിപ്പറമ്പ് സ്വദേശിനിയായ സരസ്വതിയമ്മ, വലിയ വീട്ടിൽ രാജേന്ദ്രൻ, ഉണ്ണിത്താൻ എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. സംഭവം ഇങ്ങനെയാണ് രേണുക. ഈ വീടിന്റെ മുറ്റത്ത് മുറ്റം തൂത്തു നിൽക്കുകയായിരുന്നു. മുറ്റമടിച്ചിരുന്ന ഈ സരസ്വതിയമ്മയെ തെരുവുനായ കൂട്ടത്തോടെ ഒന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആക്രമണത്തിൽ ഇവരുടെ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റു. അതുപോലെ തന്നെ കയ്യിലും കാലിലുമെല്ലാം തെരുവുനായ കടിച്ചൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നാട്ടുകാർ അവിടെ നിന്നും ഇവരെ രക്ഷിച്ചെങ്കിലും ഈ തെരുവുനായ മറ്റൊരു സ്ഥലത്തേക്ക് ഓടിയെത്തുകയും വഴിയിലൂടെ നടന്നുപോയ മറ്റൊരു വയോധികനെ കടിയേൽക്കുകയും ചെയ്തു. അയാളുടെ മുഖത്തും കാലിനും ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു. അങ്ങനെ നാട്ടുകാർ രക്ഷിച്ചാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇവർക്ക് ചികിത്സ ലഭ്യമായെങ്കിൽ പോലും തെരുവുനായയുടെ ആക്രമണം വർദ്ധിക്കുന്നു. പ്രദേശത്തുള്ള വളർത്തുമൃഗങ്ങൾക്കും ഇതുപോലെ കടിയേൽക്കുന്നു. താറാവ്, കോഴി തുടങ്ങിയ എല്ലാത്തിനും ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഈ പ്രദേശം വലിയൊരു ഭീതിയിലാണ്, തെരുവുനായ ആക്രമണത്തിന്റെ ഭീതിയിലാണെന്നാണ് നമുക്ക് അവിടെ നിന്നും പങ്കുവെക്കാനുള്ളത്. ശരി, എന്തായാലും 2 വയോധികർക്കാണ് തെരുവുനായയുടെ കടിയേറ്റിരിക്കുന്നത്. വിനേഷാണ് വിവരങ്ങൾ നൽകിയത്.